അങ്ങനെ ഇന്ത്യ ലോകകപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ്. അതിനൊരു മലയാളി കൂടി വേണ്ടി വന്നു എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. നമുക്കറിയാം, മലയാളികൾ മാത്രമല്ല, ക്രിക്കറ്റ് ആരാധകർ മുഴുവൻ ഇന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് സഞ്ജു സാംസൺ എന്നാണ്. നമുക്കറിയാം, വിഴിഞ്ഞത്തിൻ്റെ സ്വന്തം, തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മുത്താണ് സഞ്ജു വേണ്ടി വന്നു. നമുക്ക് ഈ കപ്പടിക്കാൻ സഞ്ജു വേണ്ടി വന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കളികളിലൊക്കെ വളരെ നിരാശാജനകമായിരുന്നു. സഞ്ജുവിന് മാത്രമല്ല, സഞ്ജുവിനെ സ്നേഹിക്കുന്ന മലയാളികൾ അടക്കമുള്ളവർ നിരാശയിലായിരുന്നു. എന്നാൽ അതിനെല്ലാം മറുപടിയായി ഇന്ന് സഞ്ജുവിൻ്റെ വെടിക്കെട്ട് പ്രകടനം, അങ്ങനെ തന്നെ പറയേണ്ടി വരും, സഞ്ജുവിൻ്റെ വെടിക്കെട്ട് പ്രകടനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കളി തുടങ്ങിയപ്പോഴേ സഞ്ജുവിൻ്റെ 6-ലൂടെയാണ് തുടങ്ങിയത്. അടിച്ചു കയറി എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഫൈനലിലെ താരം ബുംറ കൂടി താരമാണ്. ബുംറയുടെ പറയാതിരിക്കാൻ കഴിയില്ല. സഞ്ജുവിനൊപ്പം തന്നെ മറ്റ് ബുംറ അടക്കമുള്ളവരെ കൂടി നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രമല്ല, ലോകമെമ്പാടും, അതായത് ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ മുഴുവൻ ഇന്ന് ആർക്കും ഉറക്കമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് അമൽ കൂടി ചേരുന്നുണ്ട്. അമൽ, അങ്ങനെ കപ്പടിച്ചിരിക്കുകയാണ് നമ്മുടെ സഞ്ജു സാംസൺ. മുത്താണ്. നമുക്കറിയാം, വലിയ ആഘോഷമാണ് കൊച്ചിയിലൊക്കെ കാണുന്നത്. അതിന് തീർച്ചയായും വലിയ ആഘോഷം തന്നെയാണ് നമുക്ക് കൊച്ചിയുടെ ഓരോ ഭാഗത്തും കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ ക്രിക്കറ്റ് ആരാധകരൊക്കെ തന്നെ ഓരോ ഇടങ്ങളിൽ കൂടുകയും അവിടെ വലിയ സ്ക്രീനുകൾ വെച്ച് ഇത്തരത്തിൽ ഈ വേൾഡ് കപ്പ് ഫൈനൽ മത്സരം കാണുവാനുള്ള തയ്യാറെടുപ്പും അതിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. വൈകുന്നേരം ഏകദേശം ഒരു 5 മണിയാകുമ്പോഴേക്കും ഓരോ ഇടങ്ങളിലേക്കും വലിയ ജനക്കൂട്ടം അടിച്ചതാണ് കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. 7 മണിയാകുമ്പോഴേക്കും ഈ സ്ക്രീനിന് മുന്നിൽ നിൽക്കാൻ സ്ഥലമില്ലാത്ത ഒരു സാഹചര്യം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാകുന്നുണ്ട്. അത്തരത്തിൽ വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് മത്സരം തുടങ്ങി ഓരോ ബോളിലും, അതായത് ഇന്ത്യൻ ബാറ്റർമാരുടെ ഓരോ റൺസിലും ഇന്ത്യൻ ബൗളേഴ്സിന്റെ ഓരോ ബോളിലും വലിയ കയ്യടിയോടുകൂടി സപ്പോർട്ട് നൽകുന്ന ആരാധകരെയാണ് കണ്ടത്. അത് എല്ലാ പ്രായക്കാരും ഇത്തരത്തിൽ ഈ സ്ക്രീനിന് മുന്നിൽ ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ, അതിൽ സ്ത്രീകളും അങ്ങനെ എല്ലാവരും കൂടിയിട്ടായിരുന്നു ഇന്ത്യയുടെ ഒരു വിജയം വലിയ ആഘോഷമാക്കിയത്. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്നത് സഞ്ജു സാംസൺ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചു വരുന്നത് മലയാളികളെ സംബന്ധിച്ച് വലിയ നേട്ടം, അല്ലെങ്കിൽ ഒരു ഇരട്ടി മധുരം എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതായത് ഈ ഒരു വേൾഡ് കപ്പ് ടീമിലേക്ക്, അല്ലെങ്കിൽ ടീമിൽ ഇടമുണ്ടാകുമോ എന്ന് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ, അത്തരത്തിലുള്ള ആശങ്കകളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ വേൾഡ് കപ്പിലെ ഇന്ത്യൻ ടീമിലേക്ക് സ്ഥാനം ലഭിക്കുന്നു. ആദ്യ മത്സരങ്ങളിലൊന്നും തന്നെ അത്ര മികച്ചൊരു ഫോമിലേക്ക് സഞ്ജു എത്താൻ വേണ്ടി സാധിച്ചില്ല. പക്ഷേ കിട്ടിയ അവസരം, വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ആ ഒരു മത്സരം, അതിന് 2-1 മാച്ച് ആയിരുന്നു. ആ മത്സരം വിജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് സെമിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുമായിരുന്നു. അതിൽ ഒരു 97 റൺസിന്റെ ഒരു മികച്ച കുതിപ്പ് സഞ്ജു സാംസൺ നടത്തുന്നു. പിന്നീട് സഞ്ജു സാംസൺ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ത്യൻ ടീമിനെ തോളിലേറ്റിക്കൊണ്ട് ആ ഒരു കിരീടത്തിലേക്ക് എത്തിച്ചത് ഈ മലയാളി താരമായ സഞ്ജു സാംസൺ ആണ്. സെമി ഫൈനലിൽ ഒരു മികച്ച ഇന്നിംഗ്സ്, 89 ഒരു മികച്ച ഇന്നിംഗ്സ് അദ്ദേഹം നേടുക. വീണ്ടും ഫൈനലിൽ 46 പന്തുകൾ, അതിൽ 5 ബൗണ്ടറികളുണ്ട്, 8 പടുകൂട്ടി 6കളുണ്ട്. അങ്ങനെ മറ്റ് 89 റൺസിന്റെ ഒരു നേട്ടം. ആ ഒരു നേട്ടം അത് എത്തിച്ചത് ഇന്ത്യയുടെ 3ാമത്തെ 2020 കിരീടം എന്ന മറ്റൊരു നേട്ടത്തിലേക്ക് എന്നാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് റെക്കോർഡുകൾ ഇന്ത്യ നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. 2020 വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഒരു ടീം തുടർച്ചയായി 2 തവണ കിരീടം നേടുന്ന ഇതാദ്യമാണ്. ആ ഒരു റെക്കോർഡ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഒരു ICC ടൂർണമെന്റിൽ ന്യൂസിലാൻഡും ഇന്ത്യയും തമ്മിൽ മത്സരിച്ചത് 3 തവണയാണ്. ആ 3 തവണയെ ഇതിനു മുന്നേ ന്യൂസിലാൻഡ് ആയിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യക്ക് ഒരു വിജയം പോലും നേടാൻ വേണ്ടി സാധിച്ചില്ല. എന്നാൽ ആ ഒരു ചരിത്രം ഇന്ത്യ ഇവിടെ തിരുത്തിക്കുറിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ ഇതിനു മുന്നേ അഹമ്മദാബാദിൽ 2 മത്സരങ്ങൾ, ICCയുടെ 2 മത്സരങ്ങളാണ് ഇന്ത്യ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. 2023 ഏകദിന വേൾഡ് കപ്പായിരുന്നു. അതിനെ ഇന്ത്യ പരാജയപ്പെടുത്തു. ഒപ്പം തന്നെ 2ാമത്തെ മത്സരം ഈ ഒരു ടൂർണമെന്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിട്ട് അവിടെയും ഇന്ത്യ പരാജയപ്പെടുന്നു. ഈ ഒരു മത്സരം, അതായത് ഇന്നത്തെ ഫൈനൽ തുടങ്ങുന്നതിന് മുന്നേ കണക്കുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ന്യൂസിലാൻഡ് തന്നെയായിരുന്നു ഈ ഒരു അധ്വാനിച്ച് മാറ്റം. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ കണക്കുകളിലല്ല, ചരിത്രത്തിലല്ല, ഇന്ന് കളത്തിലാണ് കാര്യമുണ്ടായതെന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഇന്ത്യയുടെ എല്ലാ താരങ്ങളും, ഇപ്പൊ സഞ്ജുവിന്റെ കാര്യം നമ്മൾ എടുത്തു പറഞ്ഞു, സഞ്ജുവിന് പുറമെ എല്ലാ
താരങ്ങളും മികച്ച ഫോമിൽ തന്നെയായിരുന്നു. നമ്മുടെ ആശങ്കയുണ്ടായിരുന്നത് അഭിഷേക് ശർമ്മയായിരുന്നത്. അഭിഷേക് ശർമ്മ ഒരു വിക്കറ്റ് ബാറ്റിംഗ് തന്നെയാണ് പുറത്തെടുത്തത്. അതിനുശേഷം ഇഷാൻ കിഷൻ അങ്ങനെ എല്ലാ താരങ്ങളും ബാറ്റേഴ്സും ബോളേഴ്സും ഒക്കെ ഫീൽഡിങ്ങും എല്ലാം ഒരു മികച്ച ഫോമിലായിരുന്നു ഇന്ത്യക്ക്. മംഗല്യാത്രത്തിലൊരു പടുകൂറ്റൻ വിജയത്തിലേക്ക് ഇന്ത്യയെ എത്തിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളൊക്കെ തന്നെ മികച്ച ഫോമിൽ ഇങ്ങനെ കളിക്കുമ്പോൾ അത് സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെയാണ് ഈ കൊച്ചിയിലുള്ളവർക്ക് ഇത്തരത്തിൽ അടങ്ങിയിരിക്കാൻ അല്ലെങ്കിൽ ഒതുങ്ങി കൂടുവാൻ വേണ്ടി സാധിക്കുന്നത് എന്നൊരു ചോദിക്കേണ്ടിയിരിക്കുന്നു. അവർക്കിങ്ങനെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഓരോ സ്ക്രീനിന് മുന്നിലുള്ള ആൾക്കൂട്ടവും പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അതായത് അതിന്റെ പ്രിയപ്പെട്ട താരങ്ങൾ അവർ ബൗണ്ടറികൾ ഇടുമ്പോൾ കൈയടിച്ചുകൊണ്ടും അവിടെ ബാറ്റ് നേരത്തിന്റെ അകമ്പടിയോട് അവർ ചാൻസ് ചെയ്തുകൊണ്ടും ഒക്കെ അവർ അതിന് വലിയൊരു ആഘോഷമാക്കുന്ന കാഴ്ച കാണുവാൻ വേണ്ടി സാധിച്ചു. ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ സ്ക്രീന് മുന്നിലുള്ള കസേരകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ പിന്നീട് കസേരകൾ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം അത്തരത്തിൽ മത്സരത്തിന്റെ ആവേശം അവരുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചു. എല്ലാവരും ഓരോ ബൗണ്ടറികളിലും ഓരോ സിക്സറുകളിലും അവർ തർക്കം മറന്നുകൊണ്ട് അത് വലിയൊരു ആഘോഷമാക്കുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചു. അവർ ഇന്ത്യയുടെ ദേശീയ പതാക ശരി, അമലാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.